Hello everyone, welcome to Kids Area Online. ഇന്ന് 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയോ? എഴുതി. ഓക്കേ. അപ്പോൾ ഇനിയും 5ാം ക്ലാസ്സിലേക്ക് എക്സാം എഴുതാൻ പോകുന്നവരുണ്ട്. ഇൻഡിപെൻഡന്റ് സ്കൂളുകാർ ഇനിയാണ് എക്സാം എഴുതുക. ഇനി എക്സാം എഴുതി കഴിഞ്ഞവർക്കും എക്സാം എഴുതാൻ പോകുന്നവർക്കും ഈ ക്ലാസ് പ്രയോജനം ചെയ്യും. നിങ്ങൾ എഴുതിയ ആൻസർ ശരിയാണോ എന്ന് നോക്കാം. എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് ഇത് നല്ലതുപോലെ പഠിച്ചു മനസ്സിലാക്കാനും സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ വർഷം നടന്ന ഹൈസ്കൂളുള്ള സ്കൂളിൽ നടന്ന ആനുവൽ എക്സാം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ആനുവൽ സ്കോളർ ടെസ്റ്റ് നടത്തുകയാണ്. വെക്കേഷനിലാണ് ഈ ആനുവൽ സ്കോളർ ടെസ്റ്റ് നടക്കുന്നത്. കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ഒഴിവു സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് എക്സാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബുക്ക്ലെറ്റ് അയച്ചു തരും. ആ ബുക്ക്ലെറ്റ് ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചയക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമുണ്ട്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 9746487799. അതുപോലെ തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സസ് ഏപ്രിൽ 6 സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ബേസിക് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746487799. ഒന്നാമത്തെ ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരുന്നു. കുറച്ച് ചെറിയൊരു കവിത തന്നിട്ടുണ്ട്. ആ കവിതയിൽ നിന്നും വായിച്ച് ഉത്തരം കണ്ടെത്തുക. കുറച്ച് ചോദ്യങ്ങൾ തരും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. മോർണിംഗ് സൺ, പ്രഭാത സൂര്യൻ. The morning sun is soft and bright. പ്രഭാത സൂര്യൻ സോഫ്റ്റ് മൃദുവാണ്, ആൻഡ് ബ്രൈറ്റ് തിളക്കമുള്ളതാണ്. ഇറ്റ് ഫിൽസ് ദ സ്കൈ വിത്ത് ഗോൾഡൻ ലൈറ്റ്സ്. അത് ആകാശത്തെ സ്വർണ്ണ വെളിച്ചത്താൽ നിറയ്ക്കുന്നു. ബേർഡ്സ് വേക്ക് അപ്പ് ആൻഡ് സ്റ്റാർട്ട് ടു സിംഗ്. പക്ഷികൾ ഉണർന്ന് പാടാൻ തുടങ്ങുന്നു. പ്രഭാതത്തിലാണല്ലോ പക്ഷികൾ പാടുക. എ ഹാപ്പി ഡേ ഈസ് വാട്ട് ദേ ബ്രിങ്. അവ കൊണ്ടുവരുന്നത് സന്തോഷകരമായ ഒരു ദിവസമാണ്. I open my window wide and smile, watching the world for a little while. ഞാൻ എൻ്റെ ജനൽ വിശാലമായി തുറന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അല്പനേരം ലോകത്തെ നോക്കുന്നു. ഇതാണ് മോർണിംഗ് സൺ എന്ന ചെറിയൊരു പോയം. ഇതിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഹൗ ഈസ് ദ മോർണിംഗ് സൺ ഡിസ്ക്രൈബ്ഡ്. മോർണിംഗ് സണ്ണിനെ എന്തായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? കോൾഡ് ആൻഡ് ഡാർക്ക് ആയിട്ടാണോ, അത് തണുപ്പും ഇരുട്ടുമായിട്ടാണോ, സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ് മൃദുവും തിളക്കമുള്ളതായിട്ടാണോ, ബിഗ് ആൻഡ് റെഡ് വലുതും ചുവപ്പ് നിറവുമായിട്ടാണോ, ലൗഡ് ആൻഡ് ഹോട്ട് ഉച്ചത്തിലും ചൂടിലുമാണോ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? എങ്ങനെ വിവരിച്ചിരിക്കുന്നത്? സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ്. സെക്കൻഡ് ബി ആണ് ആൻസർ, സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, വിച്ച് കളർ ഫിൽസ് ദ സ്കൈ. സ്കൈ ഫിൽ ചെയ്യുന്നത്, ആകാശത്ത് നിറയുന്ന നിറം ഏതാണ്? ഏതാണ്? ബ്ലൂ ആണോ, വൈറ്റ് ആണോ, ഗോൾഡൻ ആണോ, ബ്ലാക്ക് ആണോ? ഗോൾഡൻ ലൈറ്റ്, സി ആണ് ആൻസർ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, സെലക്ട് ദ പെയർ വിത്ത് സിമിലർ മീനിങ്. ഒരേ അർത്ഥം വരുന്ന പെയർ ഏതൊക്കെയാണ്? ഇതാണ് ഒരു പെയർ. സോഫ്റ്റ് ഹാർഡ് ഒരേ അർത്ഥമാണോ? നോ. ലൈറ്റ് ഡാർക്ക് വെളിച്ചവും ഇരുട്ടും? നോ. ഡേ നൈറ്റ് പകൽ രാത്രി ഒരേ അർത്ഥമല്ല. ഹാപ്പിനെസ് ജോയ് സന്തോഷം സന്തോഷം. അപ്പോൾ ഒരേ അർത്ഥം വരുന്നത് ഏതിനാണ്? ഹാപ്പിനെസ് ജോയ്. ഡി ആണ് ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം, റൈറ്റ് എനി 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഇതിൽ നിന്ന് 2 pairs റൈമിംഗ് വേർഡ്സ് എഴുതാനാണ്. ഒരു പെയർ എന്ന് പറഞ്ഞാൽ ഒരുപോലെ വരുന്ന 2 എണ്ണം വേണം. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയുമ്പോൾ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ എന്തൊക്കെ നമുക്ക് എടുക്കാം? ബ്രൈറ്റ് ലൈറ്റ്, ബ്രൈറ്റ് ലൈറ്റ്. ഒരു വരിയുടെ ഏറ്റവും അവസാനമായിരിക്കും കൂടുതലും റൈമിംഗ് വേർഡ് കാണുക കേട്ടോ. ബ്രൈറ്റ് ലൈറ്റ്. നോക്കിയേ, ബ്രൈറ്റ് ലൈറ്റ് ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? പറയുമ്പോൾ അവസാനത്തിൽ കേൾക്കുന്നു. സിംഗ് ബ്രിങ്, സിംഗ് ബ്രിങ്, സിംഗ് ബ്രിങ്. മറ്റൊന്ന് മൂന്നാമത്തതോ, സ്മൈൽ വൈൽ, സ്മൈൽ വൈൽ. ഇതിൽ ഏത് 2 എണ്ണം എഴുതിയാലും ശരി തന്നെയാണ് കേട്ടോ. 2 എണ്ണം എഴുതിയാൽ മതി, ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു നാലാമത്തെ ചോദ്യം.
അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് വാച്ച് ത്രൂ ദ വിൻഡോ? പോയറ്റ്, ഈ കവി ഉണ്ടല്ലോ, ഈ വിൻഡോയിലൂടെ എന്താണ് കണ്ടത്? കവി ജനാലയിലൂടെ എന്താണ് കാണുന്നത്? എന്താ കാണുന്നത്? കവി എന്താ കാണുന്നത്? ലോകത്തെ കാണുകയാണ് അല്ലേ? ദ പോയറ്റ് വാച്ചസ് ദ വേൾഡ് ഫോർ എ ലിറ്റിൽ വൈൽ. എന്താണ് പോയറ്റ് ജനാലയിലൂടെ കാണുന്നത്? ദ വേൾഡ്, വാച്ചിങ് ദ വേൾഡ്. വേൾഡ് ആണ് ഈ ജനാല തുറന്ന് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു അഞ്ചാമത്തെ ചോദ്യം. ഒന്നാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഒന്നാമത്തെ ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. പോയം നൽകിയിട്ട് ആൻസർ കണ്ടെത്താനായിരുന്നു. അത് ചിലപ്പോൾ ചെറിയൊരു ബ്രീഫ്, അതായത് എന്താണ്, ഒരു പാരഗ്രാഫ് തന്നിട്ടും അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഒരു പാർട്ട് തന്നിട്ടും ഇതുപോലെ ചോദിക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റിക്ക് രണ്ട് പാർട്ട് ഉണ്ട്, 2A 2B. തോട്ട്സ് ആണ്, രണ്ടും തോട്ട്സ് ആണ്. ഒന്നാമത്തെ തോട്ട് എന്ന് പറയുന്നത്, ഇൻ ദ സ്റ്റോറി റെബേക്കയുടെ കഥയുണ്ടല്ലോ, അതിൽ ദ ചേഞ്ച് മേക്കർ റെബേക്ക ലേൺസ് എ ന്യൂ ടേം, ക്ലൈമറ്റ് ചേഞ്ച്. She feels worried about nature and starts thinking about what she can do to make the world better. അതായത് നമ്മുടെ മാറ്റമുണ്ടാക്കുന്ന റെബേക്ക, ആ ഒരു കഥയുണ്ടല്ലോ, അതിൽ കാലാവസ്ഥ മാറ്റം എന്ന പുതിയ പദം റെബേക്ക മനസ്സിലാക്കിയാണ്. അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് അവൾക്കുള്ള ഫീൽ, അതായത് ഒരു ആശങ്ക, ലോകത്തെ മികച്ചതാക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നവൾ ചിന്തിക്കുകയാണ്. അപ്പോൾ റെബേക്ക എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. അപ്പോൾ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ആശയം ടീച്ചർ തരുന്നതാണ് കേട്ടോ. I just learned about climate change and it makes me feel very worried for our beautiful nature. കാലാവസ്ഥ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പഠിച്ചപ്പോൾ ഐ ജസ്റ്റ് ലേൺഡ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. ഞാനിപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിച്ചപ്പോൾ ആൻഡ് ഇറ്റ് മേക്സ് മീ ഫീൽ വെരി വറീഡ്, എനിക്ക് വളരെ ഒരു ആശങ്ക, ഒരു ദുഃഖം തോന്നി. ഫോർ അവർ ബ്യൂട്ടിഫുൾ നേച്ചർ, നമ്മുടെ മനോഹരമായ പ്രകൃതിയെക്കുറിച്ചൊരു ദുഃഖം തോന്നി. ദ വേൾഡ് ഫീൽസ് ഡെലിക്കേറ്റ് ആൻഡ് ഐ വണ്ടർ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ആനിമൽസ് ആൻഡ് ദ പ്ലാന്റ്സ്. പ്രകൃതിയെക്കുറിച്ച് എനിക്ക് ആശങ്കാകുലത, അതായത് ഡെലിക്കേറ്റ്, എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു ആശങ്ക. ദ വേൾഡ് ഫീൽസ് ഡെലിക്കേറ്റ്, ഈ പ്രകൃതിയെക്കുറിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നു, ഡെലിക്കേറ്റ്, ആശങ്ക തോന്നുന്നു. ആൻഡ് ഐ വണ്ടർ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ആനിമൽസ് ആൻഡ് ദ പ്ലാന്റ്സ്, ഈ ആനിമൽസിനും പ്ലാന്റ്സിനും എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആശങ്ക എനിക്ക് തോന്നുകയാണ്. ഐ ഡു നോട്ട് വാണ്ട് ടു ജസ്റ്റ് സിറ്റ് ഹിയർ, എനിക്ക് ഒന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡു നത്തിങ്, ഒന്നും ചെയ്യാതെ ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഐ ഡു നോട്ട് വാണ്ട് ടു ജസ്റ്റ് സിറ്റ് ഹിയർ ആൻഡ് ഡു നത്തിങ്, ഒന്നും ചെയ്യാണ്ടേ ഒന്നും ചെയ്യണമെന്ന് ഒന്നും ചെയ്യാതെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഐ എം തിങ്കിങ് ഹാർഡ്, ഞാൻ ഹാർഡായിട്ട്, അത് കഠിനമായിട്ട് ചിന്തിക്കുകയാണ്. അബൌട്ട് വാട്ട് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഈവൻ സ്മോൾ ആക്ഷൻസ് മൈറ്റ് മേക്ക് എ ഡിഫറൻസ് ഇഫ് ഐ സ്റ്റാർട്ട് നൗ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾ പോലും പിന്നീട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഐ വാണ്ട് ടു ബി എ ചേഞ്ച് മേക്കർ, എനിക്ക് എന്തായിട്ട് മാറണം? ഒരു ചേഞ്ച് മേക്കറായിട്ട് മാറണം. ആൻഡ് ഫൈൻഡ് വേസ് ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്, എന്നിട്ട് ഈ ലോകത്തെ മികച്ച സ്ഥലമാക്കണം. ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ടേക്ക് ആക്ഷൻ ആൻഡ് പ്രൊട്ടക്റ്റ് അവർ ഹോം, ഇപ്പോൾ എനിക്ക് അതിൻ്റെ വഴികൾ കണ്ടെത്താനും അതിനുള്ള നടപടിയെടുക്കാനും വീടിനെ ഈ ഒരു നമ്മുടെ ഹോം, അതായത് വേൾഡ് എന്ന ഹോമിനെ സംരക്ഷിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നാൽ പോരാ, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നായിരിക്കും റെബേക്കയുടെ തോട്ട്. ഓക്കെ, മനസ്സിലായോ? എന്നാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഇപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നുന്നു. മേക്സ് മീ ഫീൽ വെരി വറീഡ് ഫോർ അവർ ബ്യൂട്ടിഫുൾ നേച്ചർ. ദ വേൾഡ് ഫീൽസ് ഡെലിക്കേറ്റ്, പ്രകൃതിയെ പ്രകൃതിയെക്കുറിച്ച്, ആ മനോഹരമായ പ്രകൃതിയെക്കുറിച്ചിട്ട് എനിക്ക് ലോലമായിട്ട് തോന്നുന്നു. ആൻഡ് ഐ വണ്ടർ, എനിക്ക് ആശങ്കയാണ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ആനിമൽസ് ആൻഡ് ദ പ്ലാന്റ്സ്, അനിമൽസിനും പ്ലാന്റ്സിനും എന്ത് സംഭവിക്കും? ഐ ഡു നോട്ട് വാണ്ട് ടു ജസ്റ്റ് സിറ്റ് ഹിയർ, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഐ ഡു നത്തിങ്, ഒന്നും ചെയ്യാതെ എനിക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. ഐ എം തിങ്കിങ് ഹാർഡ്, ഞാൻ ചിന്തിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും. അബൌട്ട് വാട്ട് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ്, എനിക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റും. ഈവൻ സ്മോൾ ആക്ഷൻസ്
might make a difference if I start now. ഞാൻ ഇപ്പോൾ തുടങ്ങുന്ന ചെറിയ ആക്ഷൻസ് പോലും പിന്നീട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. I want to be a change maker. എനിക്കൊരു ചേഞ്ച് മേക്കർ ആവണം. And find ways to make the world a better place. ഈ ലോകത്തെ നല്ലൊരു പ്ലേസ് ആക്കി മാറ്റണം. It's time for me to take action. ഇപ്പോൾ എനിക്ക് അത് ആ ഒരു ആക്ഷൻ എടുക്കേണ്ട, പ്രവർത്തനം തുടങ്ങേണ്ട ടൈം ആയിരിക്കുന്നു. ആൻഡ് പ്രൊട്ടക്റ്റ് അവർ ഹോം. ഈ ഒരു വേൾഡിനെ, ഈ ഹോമിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതായിരുന്നു റെബേക്കയുടെ തോട്ട്. ഇത് നിങ്ങളുടെ ആശയത്തിൽ നിങ്ങൾക്ക് എഴുതാട്ടോ. ആക്ടിവിറ്റി 2 തോട്ട്സ് ആണേ. Arya's dream to become a pilot has come true and she is in the cockpit. Her mother and brother are traveling in the same flight. She feels very proud of it. Write Arya's thoughts. ആര്യ എന്തായിട്ട് മാറിയിരിക്കുകയാണ്? പൈലറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ കൂടെ ആരൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്? ആര്യയുടെ മദറും ബ്രദറും കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രൗഡ്, ഒരു അഭിനന്ദനമുള്ള ആ ഒരു പ്രൗഡ് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആര്യയുടെ തോട്ട്സ് എന്തായിരിക്കാം നോക്കാം. I sit in the pilot seat and take a deep breath. ഞാൻ പൈലറ്റിന്റെ സീറ്റിൽ ഇരുന്നിട്ട് ഒരു ദീർഘശ്വാസം ഞാൻ എടുക്കും. I sit in the pilot seat and take a deep breath. The cockpit feels like home to me now. കോക്പിറ്റ് ഇപ്പോൾ എനിക്ക് വീട് പോലെ തോന്നുന്നു. I look out at the beautiful blue sky and feel so happy. ഞാൻ പുറത്തേക്ക് ആ ബ്യൂട്ടിഫുൾ ബ്ലൂ സ്കൈയിലോട് നോക്കും. എനിക്ക് ആ നീലാകാശത്തേക്ക് നോക്കും. എനിക്ക് വളരെ സന്തോഷം തോന്നും. My mother and my brother are sitting right behind me in the cabin. എൻ്റെ ആ ക്യാബിനിൽ എൻ്റെ തൊട്ട് പിന്നിൽ ആരിരിപ്പുണ്ട്? എൻ്റെ അമ്മയും സഹോദരനും ഇരിപ്പുണ്ട്. It makes me feel incredibly proud to fly them safely to our destination. അതുകൊണ്ട് എന്താ, അവരെ സുരക്ഷിതരായി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഞാൻ എത്തിക്കും. I worked so hard for years to reach this moment. ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ്. Now I am finally living my dream. ഇപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു നിമിഷത്തിൽ കഠിനാധ്വാനം ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ ഒടുവിൽ ഞാൻ എൻ്റെ സ്വപ്നം നേടിയെടുത്തതിൽ ഞാൻ ജീവിക്കുകയാണ്. I know they are proud of me too. അവരും എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ടാവും. I place my hands on the controls and prepare for the journey ahead. ഞാൻ കൈവച്ച് മുന്നോട്ടുള്ള യാത്രയ്ക്കായിട്ട് തയ്യാറാവുകയാണ്. This is the best feeling in the world. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫീലിംഗ് എന്ന് ആര്യയ്ക്ക് തോന്നുകയാണ്. ഓക്കെ, അപ്പോൾ ആര്യ പൈലറ്റായതും പിന്നെ സ്വന്തം അമ്മയും ബ്രദറും കൂടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ തോന്നുന്ന ഒരു തോട്ട്സ് എന്തൊക്കെയായിരിക്കും? പൈലറ്റ് സീറ്റിൽ ഇരിക്കുന്നു, ശ്വാസം എടുക്കുന്നു, ഇപ്പോൾ കോക്പിറ്റ് വീടായിട്ട് തോന്നുന്നു, പുറത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ നീലാകാശം, നല്ല സന്തോഷം, ബ്രദറും മദറും പുറകിൽ ഇരിപ്പുണ്ട്, അടുത്തിരിപ്പുണ്ട്, ക്യാബിൻ്റെ തൊട്ട് പുറകിൽ ഇരിപ്പുണ്ട്. അത് ഭയങ്കര സന്തോഷം തോന്നിക്കുന്നു. അവരെ സുരക്ഷിതമായിട്ട് എത്തിക്കണം. പിന്നെ ഇത് വർഷങ്ങളായിട്ടുള്ള എൻ്റെ അധ്വാനമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ജീവിക്കുന്നു. എൻ്റെ പാരൻസും എന്നെക്കുറിച്ച് അഭിമാനിക്കും. ഞാൻ യാത്ര തുടങ്ങുകയാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫീലിംഗ് ആണെന്നുള്ള രീതിയിൽ അതൊക്കെയായിരിക്കും ആര്യ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ചിന്തിച്ചിട്ടുണ്ടാവുക. ഓക്കെ, മൂന്നാമത്തത് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൺ ബിലോ. ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ആ പിക്ചർ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യണം. ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ എന്താ? വിവരിക്കുക. ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ വിവരിച്ചെഴുതുക. അപ്പോൾ ഈ പിക്ചറിൽ എന്തൊക്കെയാണോ കാണുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? വിവരിച്ചെഴുതണം. എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ എന്താണ് ഈ പിക്ചർ കാണിക്കുന്നതെന്ന് പറയണം. ദിസ് പിക്ചർ ഷോസ് എ ബിസി സീൻ ഇൻ എ റൂറൽ അഗ്രികൾച്ചറൽ ഏരിയ. ഈ പിക്ചർ എന്താ കാണിക്കുന്നത്? ഒരു തിരക്കുള്ള ഒരു സീനാണ്. എവിടത്തെയാ? റൂറൽ അഗ്രികൾച്ചറൽ ഏരിയ. നമ്മുടെ വില്ലേജിലുള്ള ആ ഒരു കൃഷി സ്ഥലത്തുള്ള ഒരു ഏരിയയാണ്, ആ ഒരു ജോലി സ്ഥലമാണ് ഈ കാണിക്കുന്നത്. തിരക്കേറിയ ഒരു കാഴ്ച, കാർഷിക മേഖലയിലെ തിരക്ക്. The picture shows a busy scene in a rural agricultural area. അടുത്തെന്താ പറയുന്നേ? On the left, a man is operating a machine to pump water into a flooded field. ലെഫ്റ്റ് സൈഡിൽ എന്താ കാണുന്നത്? ഇവിടെ കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ എന്താ കാണുന്നത്? ഇടതുവശത്ത് എന്താ കാണുന്നേ? വെള്ളം നിറഞ്ഞ ഒരു പാടത്തേക്ക്. On the left, a man is operating a machine
ഒരു മെഷീൻ മോട്ടർ അല്ലേ, മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ടു പമ്പ് വാട്ടർ, വെള്ളം പമ്പ് ചെയ്യാൻ. ഒരു യന്ത്രം എന്തിനാ പ്രവർത്തിപ്പിക്കുന്നത്? വെള്ളം പമ്പ് ചെയ്യാൻ. എങ്ങോട്ടാക്കിയാ വെള്ളം പമ്പ് ചെയ്യുന്നത്? ഇൻ ഫ്ലഡഡ് ഫീൽഡ്. ഫ്ലഡഡ് ഫീൽഡിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇനി ഇൻ ദ മിഡിൽ എന്താ നടക്കുന്നത്? ഇൻ ദ മിഡിൽ ഓഫ് ദ ഫീൽഡ് സെവറൽ പീപ്പിൾ ആർ വർക്കിംഗ് ടുഗദർ ടു പ്ലാന്റ് ക്രോപ്സ് ഇൻ ദ വാട്ടർ. കുറച്ച് ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. അവരെന്താ ചെയ്യുന്നേ? ടു പ്ലാന്റ്, നടുന്നു. എന്താ? ക്രോപ്സ്. ആ ഒരു ചെറിയ കൃഷി ഉണ്ടല്ലോ, അവർ നെല്ല്. ഇൻ ദ വാട്ടർ, അവരെവിടെയാണ് നടുന്നത്? ആ വെള്ളത്തിൽ. ആ മോട്ടർ വെച്ചിട്ട് വെള്ളം നിറയ്ക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ആ വയലിന്റെ നടുവിൽ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ വിളകൾ നടുകയാണ് ചെയ്യുന്നത്. ഇൻ ദ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ കാണുന്നത്? ബാക്ക്ഗ്രൗണ്ട് എ ഫാർമർ ഈസ് ഡ്രൈവിംഗ് എ ട്രാക്ടർ ടു ഹെൽപ്പ് പ്രിപ്പയർ ദ ലാൻഡ്. ഫാർമർ എന്ത് ചെയ്യാണ്? ഒരു ഫാർമർ ഡ്രൈവ് ചെയ്യാണ്. എന്താ ഡ്രൈവ് ചെയ്യുന്നത്? എ ട്രാക്ടർ. എ ഫാർമർ ഈസ് ഡ്രൈവിംഗ് എ ട്രാക്ടർ. എന്തിനു വേണ്ടിയിട്ടാ? ലാൻഡ് പ്രിപ്പയർ ചെയ്യാൻ. ഈ ലാൻഡ് പ്രിപ്പയർ ചെയ്യാൻ. ടു ഹെൽപ്പ് പ്രിപ്പയർ ദ ലാൻഡ്. ലാൻഡ് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിൽ വേറെന്ത് കാണുന്നുണ്ട്? ഒരു വീട് കാണുന്നുണ്ട്, തെങ്ങുകൾ കാണുന്നുണ്ട് അല്ലേ? ദ സീൻ ഈസ് സെറ്റ് ഇൻ എ പീസ്ഫുൾ റൂറൽ ലാൻഡ്സ്കേപ്പ്. ഒരു റൂറൽ ലാൻഡ്സ്കേപ്പ്, ഒരു ഗ്രാമീണതയാണ് കാണിക്കുക സീനിൽ. ഈ സീൻ എന്താണ്? ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റൂറൽ ലാൻഡ്സ്കേപ്പ്. അത് ഗ്രാമീണ ഭംഗിയെ കാണിക്കുകയാണ്. ദ സീൻ ഈസ് സെറ്റ് ഇൻ എ പീസ്ഫുൾ, സമാധാനപരമായിട്ടുള്ള, ഒരു നല്ല ശാന്തമായിട്ടുള്ള ഒരു ഗ്രാമീണ ഭൂപ്രകൃതി എന്നൊക്കെ പറയില്ലേ, അതാണ് റൂറൽ ലാൻഡ്സ്കേപ്പ്. വിത്ത് എ ഹൗസ്, ഒരു ഹൗസ് ഉണ്ട്. ആൻഡ് മെനി പാം ട്രീസ്, നിറയെ പാം ട്രീസ് ഉണ്ട്, അല്ലെങ്കിൽ കോക്കനട്ട് ട്രീസ്. ഇൻ ദ ഡിസ്റ്റൻസ്, ദൂരെ എന്ത് കാണുന്നുണ്ട്? ഒരു ഹൗസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിറയെ പാം ട്രീസ് അല്ലെങ്കിൽ കോക്കനട്ട് ട്രീസ് കാണുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇത് എഴുതാൻ എളുപ്പമല്ലേ? വളരെ സിമ്പിൾ ആണ്. ആദ്യം ഈ ഒരു പിക്ചർ തന്നിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ പിക്ചർ എന്താ കാണിക്കുന്നതെന്ന് പറയണം. ദിസ് പിക്ചർ ഷോസ്, ഈ പിക്ചറിൽ എന്താണ് കാണിക്കുന്നത്? ഇവിടെ എന്താ കാണിക്കുന്നത്? എ ബിസി സീൻ ഇൻ എ റൂറൽ അഗ്രികൾച്ചറൽ ഏരിയ. ഒരു നാട്ടുംപുറത്തെ കൃഷിയാണ് കാണിക്കുന്നത്. ഒരു ഗ്രാമീണ ഒരു കൃഷിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അതിൻ്റെ ഒരു സീനാണ്. ഇനി ലെഫ്റ്റ് സൈഡ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് എ മെഷീൻ ടു പമ്പ് വാട്ടർ ഇൻ ടു എ ഫ്ലഡഡ് ഫീൽഡ്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. ഇനി മിഡിൽ ഇവിടെ എന്താ കാണുന്നേ? സെവറൽ പീപ്പിൾ, ധാരാളം ആൾക്കാർ വർക്ക് ചെയ്യുന്നു. വർക്കിംഗ് ടുഗദർ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഇവർ എന്താ ചെയ്യുന്നത്? ടു പ്ലാന്റ് ക്രോപ്സ്, അവർ ക്രോപ്സ് നടുകയാണ്. എവിടെയാ? ഇൻ ദ വാട്ടർ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോ? ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് എ ഫാർമർ ഈസ് ഡ്രൈവിംഗ് എ ട്രാക്ടർ ടു ഹെൽപ്പ് പ്രിപ്പയർ ദ ലാൻഡ് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. ദ സീൻ ഈസ് സെറ്റ് ഇൻ എ പീസ്ഫുൾ റൂറൽ ലാൻഡ്സ്കേപ്പ്. ബാക്കിൽ കാണുന്ന എന്താ? പീസ്ഫുൾ ആയിട്ടുള്ള റൂറൽ ലാൻഡ്സ്കേപ്പ് കാണുന്നു. വിത്ത് എന്തുകൂടെയുണ്ട്? എ ഹൗസ് ഉണ്ട്. ആൻഡ് മെനി പാം ട്രീസ് ഇൻ ദ ഡിസ്റ്റൻസ്. ദൂരെ ഒരു വീടും അതുപോലെ തന്നെ നിറയെ പാം ട്രീസ് അല്ലെങ്കിൽ കോക്കനട്ട് ട്രീസും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ? നാലാമത്തെ ചോദ്യം പ്രൊഫൈലാണ്. ഇവിടെ സഞ്ജു സാംസണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻ നൽകിയിട്ടുണ്ട്. ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രൊഫൈൽ തയ്യാറാക്കണം. ബർത്ത് തന്നിട്ടുണ്ട്, റോൾ ഉണ്ട്, കരിയർ ഉണ്ട്, പാരൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫായിട്ട് പ്രൊഫൈൽ തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കാം? ആദ്യം ചെയ്യേണ്ടത്, ആരുടെ പ്രൊഫൈലാണോ തയ്യാറാക്കേണ്ടത് അവരുടെ പേരെഴുതുക. കണ്ടോ? സഞ്ജു സാംസൺ പേരെഴുതി. ഇനി ജനിച്ചത് എന്നാണെന്നാണ് ആദ്യം എഴുതാൻ പോകുന്നത്. സഞ്ജു സാംസൺ, കോമ കൊടുക്കുക. ബോൺ ഓൺ, സഞ്ജു സാംസൺ ബോൺ ഓൺ. ഇനി വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ എഴുതുക. സഞ്ജു സാംസൺ ഇവിടെ ആയതുകൊണ്ട് സഞ്ജു സാംസൺ ബോൺ ഓൺ നവംബർ 11, 1994. നവംബർ 11, 1994. ഇതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ആരാണെന്നും കൂടി എഴുതുക. ഈസ് എ ടാലന്റഡ് പ്രൊഫഷണൽ ക്രിക്കറ്റർ. ടാലന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രിക്കറ്ററാണ്. എന്തൊക്കെയായിട്ട് അയാൾ ജോലി ചെയ്യുന്നത്? ഹൂ സെർവ്സ് ബോത്ത് എ വിക്കറ്റ് കീപ്പർ ആൻഡ് എ ബാറ്റ്സ്മാൻ. വിക്കറ്റ് കീപ്പറായിട്ടും ബാറ്റ്സ്മാനുമായിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ജനിച്ചത്, അല്ലെ എവിടെ ജനിച്ചെന്നുണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ അദ്ദേഹം ആരാണെന്നും എഴുതണം. മനസ്സിലായോ?
അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന 1994 നവംബർ 11 ജനിച്ച സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായും അതുപോലെ തന്നെ ബാറ്റ്സ്മാനായും സേവനമനുഷ്ഠിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആണെന്നാണ് പറയുന്നത്. ഇനി ആരുടെ മകനാണെന്നാണ് അടുത്തെഴുതാനുള്ളത്. ആദ്യം ജനിച്ചത് എവിടെയാണ്, എന്നാണ്, അദ്ദേഹം ആരാണെന്ന് എഴുതി. ഇനി ഇത് ആരുടെ സണ്ണാണ്? ദ സൺ ഓഫ് സാംസൺ വിശ്വനാഥ് ആൻഡ് ലിജി വിശ്വനാഥ്. ദ സൺ ഓഫ് സാംസൺ വിശ്വനാഥ് ആൻഡ് ലിജി വിശ്വനാഥ്. ഇനി അദ്ദേഹം പഠിച്ചത് എന്താ? ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ. അദ്ദേഹം അതിൻ്റെ പഠനം പൂർത്തിയാക്കിയത്. ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ. അദ്ദേഹം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. ഹിസ് എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, പൂർത്തിയാക്കി. അറ്റ് റോസറി സീനിയർ സെക്കൻഡറി സ്കൂൾ ഇൻ ഡൽഹി. ഡൽഹിയിലുള്ള റോസറി സീനിയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ വേറെ എവിടെയാ? ആൻഡ് സെൻറ്റ് ജോസഫ് HSS ഇൻ തിരുവനന്തപുരം. തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് HSSലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഓക്കെ, അപ്പോൾ അടുത്തെഴുതിയത് ദ സൺ ഓഫ് സാംസൺ വിശ്വനാഥ് ആൻഡ് ലിജി വിശ്വനാഥ്. ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ അറ്റ് റോസറി സീനിയർ സെക്കൻഡറി സ്കൂൾ ഇൻ ഡൽഹി ആൻഡ് സെൻറ്റ് ജോസഫ് HSS ഇൻ തിരുവനന്തപുരം. ഇനി ഓവർ ദ കോഴ്സ് ഓഫ് ഹിസ് ഇംപ്രസീവ് കരിയർ ഹി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഹിംസെൽഫ് ആസ് എ കീ മെമ്പർ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ 2020 T20 and one-day international teams, and he also contributed his skills as a member of the IPL team, the Chennai Super Kings. അടുത്ത ലാസ്റ്റ് എന്താണ് എഴുതേണ്ടത്? അദ്ദേഹം എന്തൊക്കെയായിട്ടാണ് എന്തിലൊക്കെയാണ് അദ്ദേഹത്തിന് അംഗമായിട്ടുള്ളത്? എവിടെയൊക്കെയാണ്? ഇന്ത്യയിൽ T20, പിന്നെ അതുപോലെ തന്നെ ഏകദിന ടീമുകളുടെ പ്രധാന അംഗം. ഇനി IPL ടീമായി ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന അതിലും അംഗമായിരുന്നു. അങ്ങനെ അതിലെല്ലാം തൻ്റെ കഴിവുകൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായല്ലോ. ആദ്യം പേര് എഴുതുക, അതിനുശേഷം അയാൾ എവിടെയാണ് ജനിച്ചത്, അയാൾ ആരാണ്, ആരുടെ മകനാണ്, പിന്നെ അയാളുടെ എഡ്യൂക്കേഷൻ, പിന്നെ അയാൾ ഇപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഫൈൽ എഴുതാനുള്ളത്. അഞ്ചാമത്തെ ചോദ്യം ലെറ്റർ ആണ്. 5A-യും 5B-യും ഉണ്ട്. 5A ആദ്യത്തേത് എന്താണ്? ഇൻ ദ സ്റ്റോറി സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. നമ്മുടെ പഠിച്ച സ്റ്റോറിയാണ് അല്ലേ. അതിൽ എന്തായിരുന്നു? സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന കഥയിൽ അതിലുള്ള മൈക്കിൾ റിയലൈസ് ദാറ്റ് പ്രാക്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ മേക്ക് one a real winner. Finally, he leads the team to victory. Michael feels very proud of it. He writes a letter to his best friend Vibin to share his happiness. അപ്പോൾ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന കഥയിൽ പരിശീലനവും ദൃഢനിശ്ചയമാണ് ഒരാളെ യഥാർത്ഥ വിജയത്തിലാക്കുന്നതെന്ന് മൈക്കിൾ മനസ്സിലാക്കിയാണ്. ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയാണ്. മൈക്കിൾ അതിൽ ഭയങ്കര അഭിമാനം തോന്നുന്നു. തൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? തൻ്റെ ഉറ്റ സുഹൃത്തായ വിബിന് കത്തെഴുതുകയാണ്. അപ്പോൾ ആ കത്ത് എങ്ങനെയായിരിക്കും എന്നാണ് എഴുതേണ്ടത്. കത്തെഴുതുമ്പോൾ ആദ്യം എന്താ വേണ്ടേ? ഡേറ്റും അഡ്രസ്സും കൊടുക്കുക. ഡിയർ വിബിൻ. വിബിനല്ലേ ലെറ്റർ എഴുതുന്നത്? ഡിയർ വിബിൻ, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ സം അമേസിംഗ് ന്യൂസ് വിത്ത് യു. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ, ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ടു ഷെയർ, പങ്കുവയ്ക്കാൻ, സം അമേസിംഗ് ന്യൂസ് വിത്ത് യു, അല്ല ഒരു അത്ഭുതകരമായ ഒരു ന്യൂസ്, വാർത്ത, അത്ഭുതകരമായ വാർത്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. മൈ ടീം ഫൈനലി വോൺ അവർ ബിഗ് ഗെയിം. നമ്മുടെ ആ വലിയ ഗെയിമിൽ നമ്മുടെ ടീം ജയിച്ചു. ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് അവർ വിക്ടറി. ഞാൻ എൻ്റെ വിജയത്തിൽ വളരെ അഭിമാനിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്തിനാണ് ലെറ്റർ എഴുതിയെന്ന് പറയുന്നു. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ സം അമേസിംഗ് ന്യൂസ് വിത്ത് യു. മൈ ടീം ഫൈനലി വോൺ our big game and I feel so proud of our victory. എന്നിട്ട് എന്താ പറയുന്നേ? as you know, നിനക്കറിയാം. എന്തറിയാം? I have been working very hard. ഇതിനു വേണ്ടി ഞാൻ വളരെ കഠിനമായി അധ്വാനിച്ചു. This journey taught me that regular practice and true determination are what makes someone a real winner. റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസും നമുക്ക് എന്താണ് ദൃഢനിശ്ചയവും നമ്മളെ യഥാർത്ഥ വിജയിയാക്കി മാറ്റും. ലീഡിങ് ദ ടീം ടു വിക്ടറി വാസ് സച്ച് എ ഹാപ്പി മൊമെന്റ് ഫോർ മീ. എൻ്റെ ടീമിനെ
വിജയത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷകരമായ മൊമെൻ്റ് ആയി. ആൻഡ് ഐ കുഡിൻ വെയിറ്റ് ടു ടെൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് അബൌട്ട് ഇറ്റ്. എന്നിട്ട് എന്താ പറയുന്നത്, എൻ്റെ ഉറ്റ സുഹൃത്തിനോട് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് കാത്തിരിക്കാനായില്ല, പറയാതിരിക്കാൻ വേണ്ടി പറയാൻ എനിക്ക് കാത്തിരിക്കാനായില്ല. ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ വിത്ത് യു. എല്ലാം നന്നായി പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഐ കനോട്ട് വെയിറ്റ് ടു സീ യു സൂൺ ആൻഡ് ടെൽ യു ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഗെയിം. ഉടനെ കാണാൻ പറ്റും, അപ്പോൾ ഞാൻ ഈ കളിയുടെ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാം എന്ന് പറയുകയാണ്. എനിക്ക് കാത്തിരിക്കാൻ പറ്റുന്നില്ല, ഉടനെ നമുക്ക് കാണാം, എല്ലാ കാര്യങ്ങളും പറയാം. വിത്ത് ലവ്, സ്നേഹത്തോടെ മൈക്കിൾ. ഓക്കെ, അപ്പോൾ മൈക്കിൾ തൻ്റെ സുഹൃത്തായ വിപിൻ എഴുതിയ ലെറ്ററാണ്. ജയത്തിൽ സന്തോഷം കൊണ്ട് എഴുതിയ ലെറ്റർ. ഇത് നിങ്ങൾ നിങ്ങളുടേതായ ആശയത്തിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ എഴുതാൻ അറിയാത്തവർക്ക് ഒരു മോഡലാണ്. ഓക്കെ, ഇതിലുള്ള ചില സെൻറ്റൻസ് ഒക്കെ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. 5ബിയും ലെറ്ററാണ് കേട്ടോ. ഇവിടെ വരുന്നത് ഇമേജിൻ ദാറ്റ് പാറു, ദ ഗേൾ ഇൻ ദ സ്റ്റോറി സീഡ് ആൻഡ് സോയിൽ, ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. Paru always talks about her grandmother and her village. You would like to visit Paru's village and the fields. Write a letter to Paru about it. നിങ്ങൾക്ക് എന്താ പാറുവിൻ്റെ വില്ലേജിലോട്ടും പോവാൻ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാറുവിന് ഒരു കത്ത് എഴുതാനാണ് പറയുന്നത്. എഴുതാം. എങ്ങനെ എഴുതാം? ഇവിടെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, ആദ്യം ഡേറ്റും സ്ഥലവും എഴുതുക, അഡ്രസ്സ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, പാറുവിനാണല്ലോ, അപ്പോൾ ഡിയർ പാറു, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നീ സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു, ഞാൻ പ്രതീക്ഷിക്കുന്നു. യു ആർ ഡൂയിങ് വെൽ, നീ സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഐ ഓൾവേസ് ലവ് ഹിയറിംഗ് ദ വണ്ടർഫുൾ സ്റ്റോറീസ് യു ടെൽ അബൌട്ട് യുവർ ഗ്രാൻഡ് മദർ ആൻഡ് യുവർ ബ്യൂട്ടിഫുൾ വില്ലേജ്. ഐ ഓൾവേസ് ലവ്, ഞാൻ എന്താ നിങ്ങളുടെ മുത്തശ്ശിയെക്കുറിച്ചും നിങ്ങളുടെ മനോഹരമായ ഗ്രാമത്തെക്കുറിച്ചും നിങ്ങളുടെ അത്ഭുതകരമായ കഥകൾ കേൾക്കാൻ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടാറുണ്ട്. ഐ ഓൾവേസ് ലവ് ഹിയറിംഗ്, എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് കേൾക്കാൻ. ദ വണ്ടർഫുൾ സ്റ്റോറീസ്, ആ ഒരു കഥ, വണ്ടർഫുൾ അത്ഭുതകരമായ കഥകൾ. യു ടെൽ അബൌട്ട്, നീ പറയുന്ന, അബൌട്ട് യുവർ ഗ്രാൻഡ് മദർ ആൻഡ് യുവർ ബ്യൂട്ടിഫുൾ വില്ലേജ്. ഗ്രാൻഡ് മദറിനെ കുറിച്ചും അമ്മൂമ്മയെക്കുറിച്ചും ബ്യൂട്ടിഫുൾ മനോഹരമായ വില്ലേജിനെ കുറിച്ചും പറയുന്ന ആ സ്റ്റോറീസ് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Your descriptions of the green fields and the peaceful life there sound so amazing. അവിടെ പച്ചപ്പാടങ്ങളും അവിടുത്തെ സമാധാനപരമായ ജീവിതവും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് നല്ല അമേസിങ്, അതിശയമായിട്ട് തോന്നാറുണ്ട്. യുവർ ഡിസ്ക്രിപ്ഷൻസ്, നീ വിവരിച്ച് പറയുന്നത്, ഓഫ് ദ ഗ്രീൻ ഫീൽഡ്സ്, അവിടുത്തെ പച്ചപ്പിനെ കുറിച്ച് വിവരിച്ച് പറയുന്നത്, ആൻഡ് ദ പീസ്ഫുൾ ലൈഫ്, അവിടുത്തെ സമാധാനപരമായ ജീവിതത്തെക്കുറിച്ച് നീ വിവരിച്ച് പറയുന്നത്, പിന്നെ അവിടെ എന്താണ് ദെയർ സൗണ്ട്, അവിടെയുള്ള ശബ്ദത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എന്താ എനിക്ക് ഭയങ്കര അമേസിങ്, എനിക്ക് അതിശയകരമായി തോന്നാറുണ്ട്. ഐ വുഡ് റിയലി ലൈക്ക് ടു വിസിറ്റ് യുവർ വില്ലേജ്. ഐ വുഡ് ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നു, ടു വിസിറ്റ് യുവർ വില്ലേജ്, നിന്റെ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആൻഡ് സീ ദ ഫീൽഡ്സ് ഫോർ മൈസെൽഫ്, എന്നിട്ട് ആ വയലുകൾ കാണാൻ ഞാൻ ശരിക്കും ആഗ്രഹിക്കുകയാണ്. ആ വയലുകൾ കാണാനും, ഫീൽഡ് എന്ന് പറഞ്ഞാൽ വയലുകൾ കാണാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഇറ്റ് വുഡ് ബി സോ മച്ച് ഫൺ ടു സ്പെൻഡ് ടൈം ദെയർ വിത്ത് യു. നിന്നോടൊപ്പം അവിടെ സമയം ചെലവഴിക്കുന്നത് നല്ല രസമായിരിക്കും. പ്ലീസ് ലെറ്റ് മീ നോ വെൻ വുഡ് ബി എ ഗുഡ് ടൈം ഫോർ മീ ടു കം. ഞാൻ അവിടെ എപ്പോഴാണ് വരാനുള്ള നല്ല സമയം നീ ദയവായി എന്നെ അറിയിക്കൂ. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു സൂൺ. നിന്നെ ഉടനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിത്ത് ലവ്, മിനി. ഓക്കെ, ഇവിടെ ആരാണോ എഴുതുന്നത് അവരുടെ പേര് മനസ്സിലായോ? യെസ്, ഇതായിരുന്നു 5B ക്വസ്റ്റ്യൻ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ എഡിറ്റിംഗ് ആയിരുന്നു കേട്ടോ. വളരെ എളുപ്പമായിരുന്നു എഡിറ്റിംഗ്. റീഡ് ആൻഡ് എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. Last Saturday, Tom and his friend went on a park near their house. They played football and eat ice cream after. The weather was sunny, so they felt happy very. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ABCDE കൊടുത്തിരിക്കുന്നുണ്ടോ? അതിൻ്റെ തൊട്ടടുത്തുള്ള വേർഡിലായിരിക്കും തെറ്റ് വരുന്നുണ്ടാവുക. എയുടെ തൊട്ടടുത്തുള്ള വേർഡ് ഏതാണ്? ലാസ്റ്റ് എന്ന വേർഡാണ്. അപ്പോൾ ലാസ്റ്റ് എന്ന വേർഡിൽ തെറ്റുണ്ട്. ബിയുടെ അടുത്തുള്ള വേർഡ് ഏതാ? ഓൺ എന്ന വാക്കിൽ തെറ്റുണ്ട്. സി എന്നത് ഏതാണ്? ഈറ്റ്, അതിൽ തെറ്റുണ്ട്. ഡി ഏതാണ്? വെദർ, അതിൽ തെറ്റുണ്ട്. ഇ ഹാപ്പി, അവിടെ തെറ്റുണ്ട്. അപ്പോൾ എന്താണ് തെറ്റ് നോക്കാം. ഒരു തെറ്റെന്ന് പറയുന്നത് ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഇവിടെ സെന്റൻസ് തുടങ്ങുന്നത് എവിടെയാണ്?
ഇവിടെ സെന്റൻസ് തുടങ്ങുന്നതാണ്. പക്ഷേ ഫസ്റ്റ് ലെറ്റർ എന്താ? സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ അതെന്ത് ചെയ്യാം? അവിടെ മാറ്റി കൊടുക്കുക. ലാസ്റ്റ് സാറ്റർഡേ എല്ലാക്കുക, ക്യാപിറ്റൽ ആക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ തെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന സെന്റൻസിൽ ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ സ്മോൾ ലെറ്റർ എഴുതിയിരിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതിന് ക്യാപിറ്റൽ ആക്കി കൊടുക്കുക. അതായിരിക്കും ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞൊന്നുമില്ല, ചിലപ്പോൾ ഡിയിലായിരിക്കും വരിക, സിയിലായിരിക്കും വരിക, എവിടെയായാലും ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് സാറ്റർഡേ ടോം ആൻഡ് ഹിസ് ഫ്രണ്ട് വെന്റ്, ഒരിടത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ എന്ത് പറയണം? ഓൺ ആണോ ടു ആണോ? ടു. ഒരിടത്തേക്ക് പോകുമ്പോൾ ടു എ പാർക്ക് നിയർ ദെയർ ഹൗസ്, അവരുടെ വീടിനടുത്തേക്കുള്ള പാർക്കിലേക്ക് ടോമിന്റെ ഫ്രണ്ടും ലാസ്റ്റ് സാറ്റർഡേ പോയായിരുന്നു. ദേ പ്ലേഡ് ഫുട്ബോൾ, അവരവിടെ എന്ത് കളിച്ചു? ഫുട്ബോൾ കളിച്ചു. ആൻഡ് ഏറ്റ്, കഴിഞ്ഞ കാര്യമാണ്. ലാസ്റ്റ് സാറ്റർഡേ അത് കഴിഞ്ഞു. അപ്പൊ ഈറ്റ് എന്ന് പറയോ? ഈറ്റ് ഇപ്പോഴത്തെയാണ്, കഴിക്കുന്നു. ഇവിടെ എന്താ? ഏറ്റ്, കഴിച്ചു. ഐസ്ക്രീം ആഫ്റ്റർ, അതിനുശേഷം ഒരു ഐസ്ക്രീം കഴിച്ചു. ദ വെദർ വാസ് സണ്ണി, അപ്പോൾ വെദർ സ്പെല്ലിംഗ് തെറ്റാണ്. ഇവിടെ എന്താ തരുന്നത്? ഇത് പാസ്റ്റ് ആയതുകൊണ്ട് ഏറ്റായി, കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട്. ഡീഡ് എന്താണ്? വെദറിന്റെ സ്പെല്ലിംഗ് തെറ്റ്. WEATHER, ഇതാണ് വെദർ. കാലാവസ്ഥ വാസ് സണ്ണി, നല്ല ചൂടുള്ള ദിവസമായിരുന്നു. സോ ദേ ഫെൽറ്റ്, അവർക്ക് എന്തായിട്ട് തോന്നി? ഹാപ്പി വെരി എന്നാണോ നമ്മൾ പറയുക? നോ, വെരി ഹാപ്പി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. വെരി ഹാപ്പി. ഇതായിരുന്നു ആൻസർ. ഓക്കെ, അപ്പം എല്ലാവരും എക്സാം കഴിഞ്ഞവർ ആൻസേഴ്സ് ഒക്കെ നല്ലതുപോലെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പഠിച്ചിട്ട് പോവുക കേട്ടോ. എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.